നിങ്ങൾക്കൊരു ചാനലുണ്ട് എന്ന് കരുതി, ആ ചാനലിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിങ്ങളുണ്ട് എന്ന് കരുതി നിങ്ങളുടെ വായിൽ നിന്നൊഴുകുന്ന ലീലാവിലാസം കേട്ടിരിക്കേണ്ടുന്ന ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവസരത്തിലാണ് പുണ്യാളനായി VS സ്വയം അവതരിക്കുകയില്ല എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ നാക്കിൽ നിന്ന് പുറത്തു വരുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു പുണ്യാളന് തുല്യമായി ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്ന്, അതിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ചില അനവസരത്തിലെ പരാമർശങ്ങൾ, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല പരാമർശങ്ങൾ, ആ പരാമർശങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം. എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ വളരെ മോശമായ രീതികളിലേക്ക് ചിന്തിക്കാനായി ചില മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുക? അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും എന്തുകൊണ്ടാണ് അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിടാത്തത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെക്കാൾ കൂടുതൽ മികച്ച ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചെയ്തിരുന്ന ആക്ടിവിസത്തിന്റെ പേരിലാണ് ഒരുപക്ഷെ അദ്ദേഹം എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുക. കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം അദ്ദേഹത്തിനെ വിളിക്കാനായിട്ടും സാധിക്കും. അങ്ങനെയുള്ള VSന് ഒരു ജനകീയമായിട്ടുള്ള യാത്രയയപ്പ് കിട്ടുമ്പോൾ അതിൽ മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ യാത്രയയപ്പുമായി അതിനെ താരതമ്യം ചെയ്യേണ്ടതുണ്ടോ? അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തെ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് കണ്ടത്, അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹം ഏത് രീതിയിലാണ് ആൾക്കാരുടെ ഇടയിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു താരതമ്യം നടത്തേണ്ടതുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ. ഒരു മാധ്യമ സ്ഥാപനം, ഒരു റിപ്പോർട്ടർ നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അനവസരത്തിലുള്ളതാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അതെന്തുകൊണ്ടാണ് മനുഷ്യത്വ വിരുദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിലേക്ക് ഇയാളുടെ ദുഷിച്ച മനസ്സിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ കലർത്താനായി അയാൾ ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. നമുക്കറിയാം, ഈ ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാകും. എങ്കിലും ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാൾക്കാർക്കും രണ്ട് തരത്തിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിലുണ്ടായിരുന്നത്. കൂടുതൽ മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുക ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരായിരിക്കും. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? കൂടുതൽ മികച്ച പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൾക്കാർ അതേപോലെ തന്നെ ശ്രീ VS അച്യുതാനന്ദനായിരുന്നു എന്നും പറയും. അതുകൊണ്ട് തന്നെ ഈ നാട് ഈ രണ്ടാൾക്കാർക്കും രണ്ട് തരത്തിലാണ് ആദരം അർപ്പിച്ചിരിക്കുന്നത് എന്നും അത് തമ്മിൽ യാതൊരു തരത്തിലും താരതമ്യം ചെയ്യേണ്ടതല്ല എന്നുമുള്ള ഉത്തമ ബോധ്യം ഇവിടെയുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജനകീയനായ നേതാവ് ഒരിക്കലും അയാളുടെ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കന്മാർക്കോ മാത്രം സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അന്ത്യയാത്രകളും തമ്മിൽ ഒരു താരതമ്യത്തിന് യാതൊരു വിധത്തിലുള്ള സ്കോപ്പുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിന്റെ വളരെ ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ഗുണം ലഭിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ ഗുണം നൽകിയ ആളിനെ പുണ്യാളനായി കാണുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. ആ അവസരത്തിലാണ് പുണ്യാളനായി VS സ്വയം അവതരിക്കുകയില്ല എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ നാക്കിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു കൈയബദ്ധം നാറ്റുകരുത്. വളരെ ജനകീയനായിരുന്ന, ആൾക്കാർക്ക് എന്തും പറയാവുന്ന, എന്തു വിമർശനവും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരു വേള ഒരു സമര പരിപാടിക്കിടയിൽ കല്ലേറ് കെട്ടി അദ്ദേഹത്തിന് പരിക്കേറ്റതുപോലും നമുക്കറിയാവുന്നതാണ്. മറ്റുള്ള പല മുഖ്യമന്ത്രിമാരും ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും പ്രവർത്തിക്കുക, എങ്ങനെയാകും പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കുക എന്നതൊക്കെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുണ്യാളനായി VS ഉയർക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയും പുണ്യാളനായി ഉയർത്തിട്ടില്ല എന്നും അങ്ങനെ പുണ്യാളനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു പുണ്യാളന് തുല്യമായി ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ണുകടി ഉണ്ടായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇനി കേട്ടിരുന്ന മറ്റൊരു പരാമർശം
മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തിയത്രേ. അങ്ങനെയുള്ള മഹത്തുക്കളെയും ആൾക്കാർ നന്ദിയോടുകൂടി മാത്രമേ സ്മരിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ ആരെങ്കിലും വന്ന് മെഴുകുതിരികൾ കത്തിക്കുന്നുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത്രത്തോളം അവരുടെ വിശ്വാസം എന്നതിന് തുല്യമായി അവരെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള എന്തോ ഒരു പ്രത്യേകത ആ ഭരണാധികാരിക്ക്, ആ മനുഷ്യന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ രാഷ്ട്രീയ തിമിരം നിങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾക്കൊരു ചാനലുണ്ട് എന്ന് കരുതി, ആ ചാനലിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിങ്ങളുണ്ട് എന്ന് കരുതി നിങ്ങളുടെ വായിൽ നിന്നൊഴുകുന്ന ലീലാവിലാസം കേട്ടിരിക്കേണ്ടുന്ന ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കവും പിന്നീട് വന്നിരുന്ന പല സർക്കാരുകളുടെ ജനസമ്പർക്കവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള, കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഈ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് അനവസരത്തിൽ ഒരു താരതമ്യം കൊണ്ടുവന്ന് കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു മനുഷ്യവിരുദ്ധനാണ് എന്നുള്ളതാണ് പ്രധാനം. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പാന്തിനെ. ഇത്തരത്തിലുള്ള ജേർണലിസത്തിനാണ് കുതിരമൊട്ട ജേർണലിസം എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കുതിരമൊട്ട ജേർണലിസം ഇനി തുടരരുത്. നിങ്ങളുടെ മാധ്യമ സ്ഥാപനമെങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ സ്ഥാപനവും ഈ സമയത്ത് ചെയ്യേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടിയോട് മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയുക എന്നുള്ളതാണ്. 100% ഞാൻ യോജിക്കുന്നു. VS-ന്റെ ഈ ആരുടെ കാലിനിടയിലിട്ടാടാ കുത്തി കേട്ടുന്നേ?